തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം തൃശൂരിലെത്തിയ സുരേഷ് ഗോപിക്ക് ആവേശോജ്ജല വരവേൽപ്പ്. നെടുമ്പാശ്ശേരിയിൽ നിന്ന് നേരെ തൃശൂർ കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും ചേർന്ന് പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. നേരത്തെ നിശ്ചയിച്ചതിലും വൈകിയാണ് സുരേഷ് ഗോപി തൃശൂരിലെത്തിയത്. നെടുമ്പാശ്ശേരിയിൽ നിന്നും പുഴയ്ക്കലിലെ ഹയാത്ത് ഹോട്ടലിൽ എത്തുമെന്നായിരുന്നു ആദ്യം അറിയിച്ചത്. പിന്നീട് സമയക്കുറവ് മൂലം നേരെ കളക്ടറേറ്റിലേക്ക് വരികയായിരുന്നു. കളക്ടറേറ്റിലെത്തിയ സുരേഷ് ഗോപിയെ നേതാക്കളും പ്രവർത്തകരും പൊന്നാടി അണിയിച്ച് സ്വീകരിച്ചു. കളക്ടറേറ്റിലെത്തി വിജയപത്രിക വാങ്ങിയാണ് വിജയാഹ്ലാദത്തിന്റെ ഭാഗമായി നടന്ന റോഡ് ഷോയിൽ ആരംഭിച്ചത്. കളക്ടറേറ്റിന് മുൻപിൽ നിന്നും ആരംഭിച്ച നിരവധി ഇരുചക്ര വാഹനങ്ങളുടെ അകമ്പടിയോടെ നടന്ന റോഡ് ഷോയിൽ നൂറുകണക്കിന് പേർ പങ്കെടുത്തു. MG റോഡ് വഴി സ്വരാജ് റൗണ്ടിലേക്ക്. റോഡ് എത്തിയപ്പോഴേക്കും സ്വരാജ് റൗണ്ടും പരിസരവും ജനസാഗരമായി മാറി. സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ നിരവധി പേരാണ് റോഡിന് ഇരുവശത്തും അഭിവാദ്യമർപ്പിക്കാൻ കാത്തുനിന്നത്. MG റോഡിലും സ്വരാജ് റൗണ്ടിലും തിങ്ങി നിറഞ്ഞ വോട്ടർമാരെയും പ്രവർത്തകർക്കും സുരേഷ് ഗോപി കൈവീശി കാണിച്ച് നന്ദി അർപ്പിച്ചു. പോലീസിനെ ഉൾപ്പെടെ പങ്കെടുപ്പിച്ച് വരും വർഷങ്ങളിൽ തൃശൂർ പൂരം കുറ്റമറ്റ രീതിയിൽ നടത്തുമെന്ന് പറഞ്ഞ സുരേഷ് ഗോപി അടുത്ത തവണ ഗുരുവായൂർ മണ്ഡലവും NDAക്കൊപ്പം നിർത്താനുള്ള പ്രവർത്തനങ്ങൾ നടത്തുമെന്നും വ്യക്തമാക്കി. കേന്ദ്രമന്ത്രി എന്നായിരുന്നു, എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? ഞാൻ അന്നും പറഞ്ഞില്ലേ, ഇതൊക്കെ ജെയ്സണൊക്കെ കേട്ടതല്ലേ, നിങ്ങൾ കേട്ടില്ലേ? അല്ല, ഡൽഹിയിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നു. രാജും നിഖിലും ഒക്കെ എല്ലാവരും കേട്ടതല്ലേ? എന്താ ഞാൻ പറഞ്ഞത്? തൃശ്ശൂർ ഒരു കേന്ദ്രമന്ത്രി കിട്ടുമോ? ഞാൻ അതിനെക്കുറിച്ച് പറഞ്ഞതല്ലേ, ഇനിയും ഞാനത് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ ഒരു ആഗ്രഹമാണ്, എൻ്റെ ആഗ്രഹം ഞാൻ അവരോട് പറഞ്ഞിട്ടുണ്ട്. അത് നടക്കട്ടെ. നിരവധി വലിയ പദ്ധതികൾ അല്ല, അതിൻ്റെ എല്ലാം സാധ്യത ഇനി സാങ്കേതികത പരിശോധിച്ച് അതിൻ്റെ ഫീസിബിലിറ്റി ഇതെല്ലാം പഠിക്കണം. അത് അവർ പഠിക്കണം. നമ്മൾ നമ്മുടെ സ്വപ്നം അത് യാഥാർത്ഥ്യമായാൽ നമ്മൾ സ്വപ്നം കാണുന്ന ഒരു വളർച്ച, അതുവഴി നമുക്ക് ഒരു FDI വന്നു കഴിഞ്ഞാൽ, അതല്ലാതെ തന്നെ ഇവിടെ ഓൺടർപ്രണർഷിപ്പ് പ്രോഗ്രാംസിനൊക്കെ എങ്ങനെയാണ് ഒരു ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക്, ഒരു ഫ്ലറിഷിംഗ് ബിസിനസ് ഫീസിബിലിറ്റിയിലേക്ക് ഒരു ഭയങ്കര ഡിവൈൻ ലോജിസ്റ്റിക്സ് വന്ന് ചേരാൻ പോകുന്നത് എന്ന് പറയുന്ന ടെക്നിക്കൽ സ്റ്റഡി അവർ നടത്തി അത് ഫീസിബിൾ ആണെങ്കിലാണ് അവർ അതിന് വേണ്ടി പിന്നെ നമുക്ക് സമ്മതത്തിലേക്ക് നടപ്പിലാക്കുകയും ചെയ്യും. വീട്ടമ്മമാരുടെ വോട്ടാണ് നമുക്ക് ഗുണമായതെന്ന് പറയുന്നത്. അവർക്ക് വേണ്ടി പ്രത്യേക വീട്ടമ്മമാര്, ചെറുപ്പക്കാർ, ആ വീട്ടമ്മമാരുടെ ഇംഗിതമറിഞ്ഞ് അവരുടെ കെട്ടിയന്മാര്, അല്ലേ, അപ്പന്മാര്, എല്ലാവരും വികാരം വോട്ടായി മാറിയിട്ടുണ്ട്. ഞാൻ അതൊന്നും ഞാൻ പറയുന്ന ആളുകൾ ഒത്തിരി പേര്, അത് നമ്മളെപ്പോലുള്ള ഒരാൾ 5 പേരുടെ കാര്യം ഏറ്റെടുത്താൽ ഇതിന് സൊല്യൂഷനാണ്. അതുകൊണ്ട് നമ്മൾ സർക്കാരിന് ആശ്വാസം കൊടുക്കുകയൊന്നുമല്ല, ആ സർക്കാരിൻ്റെ നടപടിയെ ജനങ്ങൾ ചോദ്യം ചെയ്തു കൊടുക്കും. ഞാനതല്ലേ ചെയ്ത്. സ്ഥിരതാമസം പോലെ തന്നെയായിരിക്കും. കാരണം ഞാൻ ഒരിക്കലും എൻ്റെ അപ്പനെ ഒന്നും വന്നിട്ട് ഇറങ്ങത്തില്ല. ഏറ്റെടുത്ത സിനിമകളുണ്ടാവും. ഞാൻ ഇവിടെ തിരഞ്ഞെടുക്കപ്പെടാതെ ഇവിടുന്ന് എന്നെ എടുക്കാൻ അനുവദിക്കാതെ പറഞ്ഞയച്ചപ്പോഴും ഞാനിവിടെ എടുക്കാൻ വേണ്ടി ഞാൻ നിന്നില്ല. അതിന്റെ കൂലിയായി അതേപോലെ 6 മണ്ഡലങ്ങളിൽ മുന്നിൽ വന്ന് ഗുരുവായൂർ മാത്രം എന്താ നമ്മൾ പുറകിൽ പോയതെന്നൊരു ഗുരുവായൂർ ഇനി വരും. വരുന്ന 5 വർഷവും ഓരോ നിമിഷവും തൃശൂരിന് വേണ്ടി പ്രവർത്തിക്കുമെന്നും സുരേഷ് ഗോപി അറിയിച്ചു. തന്റെ കേന്ദ്രമന്ത്രി സ്ഥാനം കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു. തൃശ്ശൂരിൽ എത്തിക്കൊണ്ടിരിക്കുമ്പോഴും നടത്തി ഇത് വളരെ വളരെ ഭാരിച്ച ഒരു സ്നേഹ വായ്പാണ് ഈ വിജയം എന്നാണ് അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഭാരം ഇനി ഉത്തരവാദിത്വത്തിൻ്റെ പേരിൽ ഏറിക്കൊണ്ടേയിരിക്കും. ആ ഭാരം ഏറ്റാനും നിർവഹണത്തിലൂടെ ആ ഭാരം എല്ലാവരുടെയും തൃപ്തിയിലേക്ക് എന്നെ വിശ്വസിച്ച ഒരു സമൂഹത്തിൻ്റെ, വോട്ട് ചെയ്ത സമൂഹം എന്ന് പറയുന്നത് എനിക്ക് വേണ്ടി വോട്ട് ചെയ്തവർ മാത്രമല്ല, അല്ലാത്തവരും അവരുടെ ഇഷ്ടത്തിനാണ് വോട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അവരുമെല്ലാം ഇവിടുത്തെ ജനങ്ങളുടെ ഭാഗമാണ്, വോട്ടേഴ്സിൻ്റെ ഭാഗമാണ്. അവരുടെ എല്ലാം തൃപ്തിയിലേക്ക് എൻ്റെ ഉത്തരവാദിത്വം, അത് ഭാരമാണെങ്കിൽ അത്
അവരുടെ തൃപ്തിയിലേക്ക് ഇറക്കി വയ്ക്കാൻ സാധിക്കണം. അതിന് ജഗദീശ്വരൻ്റെ വലിയ അനുഗ്രഹം ഉണ്ടാവണം, ഇതിലും വലിയ അനുഗ്രഹം ഉണ്ടാവണം എന്ന് മാത്രമാണ്. ഞാൻ ഈ 5 വർഷം വെറുതെ വൈലവേ ചെയ്ത് കളയാനായിട്ട് എനിക്ക് താല്പര്യമേ ഇല്ല. ഓരോ ദിവസവും ഓരോ നിമിഷവും ഞാനിവിടെ ഇല്ലാത്ത സമയത്ത് പോലും ഇവിടുത്തെ ചിന്തകളും ഇവിടത്തേക്ക് വേണ്ടുന്ന മുന്നോട്ടുള്ള കുതിപ്പല്ലെങ്കിൽ പോലും ഒരു മൂമെൻറ്റിനുള്ള എല്ലാ ചിന്താശക്തിയും പ്രവർത്തനശക്തിയും, ആ പ്രവർത്തന ശക്തിയുടെ പേരിൽ ഒരു വലിയ പ്രവർത്തന മികവ്, ഇതെല്ലാം എനിക്ക് 5 വർഷത്തിനുള്ളിൽ ജനങ്ങളെ സമാധാനത്തിലേക്ക് സമാധാനിപ്പിക്കാൻ വേണ്ടി നിർവഹിക്കാൻ സാധിക്കണം.